ഈ ഭൂമിയിൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരലോകത്തെങ്കിലും ഒന്നിക്കാം എന്ന വിശ്വാസത്തിലായിരിക്കും ആ കുട്ടികൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഷൈമയും ഷജീറും ഒരുമിച്ച് സ്വപ്നം കണ്ട ജീവിതം ഇനി ഒരിക്കലും അത് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ജീവിച്ച് കൊതി തീർന്നില്ല, പരസ്പരം കണ്ടു കൊതി തീർന്നില്ല. അതിനു മുമ്പേ തന്നെ മറ്റാരുടെയൊക്കെയോ പിടിവാശിയിൽ പൊലിഞ്ഞ രണ്ട് ഇണക്കുരുവികൾ. ഈ വാർത്ത എല്ലാവരെയും വളരെ വേദനിപ്പിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ ഓരോ മാതാപിതാക്കളുടെ മനസമാധാനവും സന്തോഷവും ഇല്ലാതായി. രണ്ടുപേരും അയൽവാസികളാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇവരുടെ പ്രണയം പോവിട്ടു. സ്കൂളിലേക്ക് പോകുന്ന വഴികളിലൊക്കെ അവരുടെ പ്രണയങ്ങൾ അവർ പങ്കുവെച്ചു. കുറെ കാലമൊക്കെ ആ പ്രണയം അവർ ഒളിച്ചു വെച്ചു. പിന്നീട് അത് സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ അറിയാൻ തുടങ്ങി. അപ്പോൾ അത് വീട്ടുകാർ എതിർത്തതാണ്. പയ്യന് ജോലിയില്ല, നല്ലൊരു വീടില്ല, വരുമാനമില്ല. മാത്രമല്ല പയ്യന് പെണ്ണിനേക്കാൾ പ്രായം കുറവാണ്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് തന്നെ ഓരോ മാതാപിതാക്കളും ചിന്തിക്കുകയുള്ളൂ. കാരണം ഓരോ മാതാപിതാക്കളും തന്നെ പെൺമക്കളെ കല്യാണം കഴിച്ചു വിടുന്ന ആൾക്കാർക്ക് അവരെ നോക്കാനുള്ള സാമ്പത്തികവും കപ്പാസിറ്റിയും ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ വിവാഹം കഴിപ്പിച്ചയക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യമല്ല ഷജീറിൻ്റെ വീട്ടിലുള്ളത്. മാത്രവുമല്ല ഷജീറിന് 19 വയസ്സ് മാത്രമേ പ്രായവുമുള്ളൂ. അതുകൊണ്ടായിരുന്നു വീട്ടുകാർ എതിർത്തത്. എന്നാൽ ഷജീറും ഷൈമയും ഈ ബന്ധത്തിൽ തന്നെ ഉറച്ചു നിന്നു. ബ്യൂട്ടീഷ്യൻ പഠിച്ച പയ്യനാണ്. ഗൾഫിൽ പോയി ഒരു ജോലി തരപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ജോലി ആയി കഴിഞ്ഞാൽ ഉടനെ വിവാഹം കഴിക്കാമെന്നാണ് അവൻ പറഞ്ഞത്. ആ ഒരു അടിസ്ഥാനത്തിൽ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷെ ബന്ധുക്കളിൽ പലരും ഇത് എതിർത്തു. അവരുടെ ശക്തമായ ഇടപെടൽ കാരണമാണ് ഇവരുടെ വിവാഹം മുടങ്ങിയത്. അങ്ങനെയാണ് ഷൈമക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചതും നിക്കാഹ് കഴിഞ്ഞതും. അങ്ങനെ വീട്ടുകാർ എതിർത്തിട്ട് പരസ്പരം രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഷജീറിനെ മറക്കാൻ ഷൈമക്കാവുന്നില്ല. ഷജീറിനെ വേർപിരിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് ഷൈമക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മറിച്ചും ഷജീറിനും അങ്ങനെ തന്നെയായിരുന്നു. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഇരുവരും ഫോണിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. വീട്ടുകാരെയും നാട്ടുകാരെയും വെറുപ്പിച്ച് ഒളിച്ചോടാൻ ഇരുവരും തയ്യാറായില്ല. എന്നാൽ ഇരുവർക്കും മറക്കാനോ പിരിയാനോ സാധിക്കില്ല. പിന്നെ എന്താണ് ചെയ്യുക? വീട്ടുകാർ ഉറപ്പിച്ച വിവാഹത്തിന് മനസ്സില്ലാ മനസ്സോടെയാണ് സമ്മതിച്ചത്. നിക്കാഹിന് മറ്റൊരാൾക്ക് കഴുത്തു കുനിച്ചു കൊടുത്തു. ആ വേദിയിൽ പോലും മനസമാധാനത്തോടെ ഒന്നും നിൽക്കാൻ ഷൈമക്ക് കഴിഞ്ഞില്ല. നീറുന്ന മനസ്സുമായിട്ടാണ് ആ പെൺകുട്ടി അവിടെ ചിലവഴിച്ചത്. സ്വന്തം നിക്കാഹാണ് കഴിഞ്ഞത്. ഒരുപാട് സ്വപ്നം കണ്ട നിക്കാഹ്. പക്ഷെ വരന്റെ സ്ഥാനത്ത് ഷജീർ ആണെന്ന് മാത്രം. ഷജീറിനോടൊപ്പമല്ലാത്തൊരു ജീവിതം ഷൈമക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ആ സാഹചര്യത്തിൽ മറ്റൊരു പുരുഷന്റെ കൂടെ എങ്ങനെയാണ് ജീവിക്കുക? നിക്കാഹിന് മറ്റെല്ലാവർക്കും ആഘോഷമായിരുന്നു. എന്നാൽ ഷൈമക്ക് അതൊരു സങ്കട നിക്കാഹായിരുന്നു. ഇനി ദിവസങ്ങൾ കഴിഞ്ഞാൽ വിവാഹം കൂടിയാണ്. ആ ചടങ്ങ് കഴിയുമ്പോൾ താൻ വരന്റെ വീട്ടിലായിരിക്കും. ഷജീറിനെ മനസ്സിലിട്ട് മറ്റൊരു പുരുഷനോട് കൂടി ജീവിക്കാൻ തനിക്ക് ഒരിക്കലുമാവില്ല. വീട്ടുകാരെയും നാട്ടുകാരെയും വെറുപ്പിച്ച് ഷജീറിന്റെ കൂടെ ഒളിച്ചോടാനും കഴിയില്ല. ഇനി തങ്ങൾക്കിടയിൽ ഒരൊറ്റ മാർഗമേയുള്ളൂ, മരണം. അവസാനം മനസ്സില്ലാ മനസ്സോടെ കണ്ണീരോടെ അവർ ആ തീരുമാനമെടുക്കുന്നു. ഒരുമിച്ച് ജീവിക്കാൻ അനുവാദമില്ലാത്ത ഈ ഭൂമിയിൽ ഇനി ഞങ്ങളില്ല. ഞങ്ങൾ പോകുകയാണ് എന്നേക്കുമായിട്ട് തന്നെ. അങ്ങനെ ഷജീർ ആദ്യം ട്രൈ ചെയ്യുന്നു. തന്നെക്കാൾ മുന്നേ ഈ ഭൂമിയിൽ നിന്ന് ഷജീർ പോയി എന്ന് മനസ്സിലാക്കി ഷൈമയും പോവാൻ തയ്യാറായി. അങ്ങനെ അവൾ മരണത്തിന് കീഴടങ്ങി. അതറിഞ്ഞ് ഷജീർ വീണ്ടും കൈനറിമ്പ് മുറിക്കുന്നു. ഉടനെ തന്നെ വീട്ടുകാർ കണ്ടതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാനായി. പക്ഷേ അവന്റെ സമനില തന്നെ തെറ്റിയിരുന്നു. ഒരു ഭ്രാന്തനെ പോലെയാണ് അവൻ അവിടെ നിന്ന് പെരുമാറിയത്. വീട്ടുകാരെയോ ഉമ്മയെയോ ഉപ്പയെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ ഒന്നും കാണാൻ അവൻ അനുവദിച്ചില്ല. അവന് എല്ലാവരോടും വെറുപ്പായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മയോടും ഉപ്പയോടുമൊക്കെ. നിങ്ങളാണ് എൻ്റെ ഈ ജീവിതം ഇങ്ങനെയാക്കിയത്. എൻ്റെ ഷൈമയെ നഷ്ടപ്പെടാനുള്ള കാരണക്കാർ നിങ്ങളാണ്. അവളില്ലാതെ ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കണ്ട. നിങ്ങൾ എന്താ കരുതുന്നത്? നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയ ഞാൻ ഇവിടെ ജീവിക്കുമെന്നോ? അവളെ മറന്ന് പുതിയൊരു ജീവിതം എനിക്ക് ഉണ്ടാവുമെന്നാണോ? എന്നാൽ അതെല്ലാവർക്കും തെറ്റി എന്നാണ് ഷജീർ അന്ന് പറഞ്ഞത്. വൈകാതെ തന്നെ തൻ്റെ മകനെ നഷ്ടപ്പെടുമെന്ന് ഉമ്മ മനസ്സിലാക്കി. അവർ ഫക്രുഖാനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൗൺസിലിംഗ് ചെയ്ത് ഒന്ന് ശരിപ്പെടുത്തി തരണം. അവൻ്റെ മാനസികാവസ്ഥ വല്ലാത്തൊരു നിലയിലാണ്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ ഫക്രുഖ പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഉടനെ വരൂ. ഞാൻ ചികിത്സിപ്പിക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. പക്ഷെ ഹോസ്പിറ്റലിലെ അധികൃതരെയും മാതാപിതാക്കളെയൊക്കെ കണ്ണുവെട്ടിച്ച് ഷജീർ പുറത്തിറങ്ങി. അവിടെ നിന്ന് ആരുമറിയാതെ എടമണ്ണയിലെ പുകമണ്ണയിൽ പോയി മരിക്കുകയായിരുന്നു. ഇഷ്ടമില്ലാത്ത വിവാഹത്തിൽ മനംതൊന്ന് ഈ മാസം 3-നാണ് ഷൈമ സിനിവർ മരിച്ചത്. വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം ആരംഭിക്കാനിരിക്കെയായിരുന്നു സംഭവം.
മരിക്കുന്നതിനു മുമ്പ് സജീർ ഇരുവരും ഒരുമിച്ചിട്ടുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. എന്റെ മാലാഖ എന്ന ഒറ്റ വരിക്കൊപ്പം വെള്ള വസ്ത്രം ധരിച്ച് ചിത്രം സജീർ പോസ്റ്റ് ചെയ്യുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. സോഷ്യൽ മീഡിയയിലടക്കം കുടുംബക്കാരെയാണ് ഇപ്പോൾ കുറ്റം പറയുന്നത്. നിങ്ങൾക്ക് അവരെ വിവാഹം കഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അവർ ഒരുമിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അവർ ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ലേ? നിങ്ങളുടെ പിടിവാശിയിൽ പൊലിഞ്ഞു പോയത് നിങ്ങളുടെ സ്വപ്നങ്ങൾ തന്നെയല്ലേ? അങ്ങനെ ഒട്ടനവധി കമന്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.